ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏ ഹിശാമിന്റെ മകൻ അബൂജഹലേ, ഏ റബീഅയുടെ മകൻ ഉത്ബത്തെ, റബീഅയുടെ മകൻ ശൈബത്തെ, നീയും നിന്റെ റബ്ബും അല്ലാഹുവും റസൂലും പറഞ്ഞത് നീ മനസ്സിലാക്കിയില്ലേ, കരസ്ഥമാക്കിയില്ലേ? എന്റെ റബ്ബ് എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാ. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആ മൃത ശരീരങ്ങളോട് സംസാരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് അടക്കമുള്ള സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഹൽ തുകല്ലിമു അജ്സാദൻ ലാ അർവാഹ ഫിഹാ, നബിയേ റൂഹില്ലാത്ത ജസദിനോടാണോ അങ്ങ് സംസാരിക്കുന്നത് നബിയേ? ഹൽ യസ്മഊന യാ റസൂലല്ലാഹ്, അവർ കേൾക്കുമോ നബിയേ? അവർ കേൾക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അൻതും ബിഅസ്മാ മാ ഖൂൽ, നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ കേൾക്കുകയില്ല സഹാബ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഈ മയ്യത്തും കേൾക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? മയ്യത്ത് കേൾക്കും, അതുകൊണ്ടാണ് കുഴപ്പമില്ല നിലവിളിച്ച് പൊട്ടിക്കരയരുതെന്നൊക്കെ പറയുന്നത്. നമ്മുടെയൊക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ നിലവിളിച്ചിട്ട് പൊട്ടിക്കരയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതൊക്കെ തന്നെയാണ്. കൂടുതൽ കിടന്ന് കരയാൻ പാടില്ല. കരയണം, റഹ്മത്തിന്റെ കണ്ണുനീര് വേണമല്ലോ, കരയണം. പക്ഷേ ആ മയ്യത്തിനെ ശിക്ഷിക്കപ്പെടുന്ന നിലയിൽ കരയാൻ പാടില്ല. ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ കരയും. ആ സമയത്ത് ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുമെന്നാണ് ഹദീസിൽ കാണാം. ഒരു ഹദീസിൽ കാണാം, ഒരു വ്യക്തിയെ ഖബറിൽ കൊണ്ടടക്കി. ആ വ്യക്തി നാട്ടിൽ ഒരുപാട് നന്മ ചെയ്ത വ്യക്തിയായിരുന്നു, ഈ നാടിന്റെ ഒരു നേതാവായിരുന്നു. ആളുകളെല്ലാവരും വിളിക്കാൻ തുടങ്ങി, വാ സയ്യിദാ വാ ഷരീഫാ വാ സയ്യിദാ വാ അമീറാ. ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ അമീറെ, ഞങ്ങളുടെ അനിഷേധ്യ നേതാവേ, ഞങ്ങളുടെ എല്ലാമല്ല, ഞങ്ങൾ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയല്ലോ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയല്ലോ, നിലവിളിക്കുകയാണ്. ഉടനെ മലക്കുകൾ ആ ഖബറാളിയോട് ചോദിക്കുകയാണ്, അന്ത സയ്യിദുൻ ഫിദ്ദുനിയാ വ അമീറുൻ ഫിദ്ദുനിയാ, നീ ദുനിയാവിൽ നേതാവായിരുന്നു അല്ലേ? നീ ദുനിയാവിൽ ജനങ്ങളുടെ രക്ഷാ കവാടമായിരുന്നില്ലേ? ആ ജനങ്ങൾ നിന്റെ ഈ പേര് കൊണ്ടാണ് അവർ വിളിക്കുന്നത്. ആ വിളിയുടെ പേരിൽ മാലാഖമാർ ഈ മയ്യത്തിനെ ശിക്ഷിക്കുമത്രേ. ആ സന്ദർഭം ആ മയ്യത്ത് പറയുമത്രേ, യാ വൈലഹും ഹാലാ വൈലഹും യസ്കുതൂൻ, അവരൊന്നും മിണ്ടാതിരുന്നെങ്കിൽ, അവരൊന്നും നിശബ്ദരായിരുന്നെങ്കിൽ അല്ലാഹുവേ എനിക്കൽപ്പം സമാശ്വാസമുണ്ടാകുമായിരുന്നു. എനിക്ക് ഇത്തിരി സന്തോഷമായി, അവരൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതിയാണ്. എന്തിനായി നിലവിളിക്കുന്നത്? എന്തിനീ നിലവിളിക്കുന്നത്? അങ്ങനെ നിലവിളിച്ച് കരയുമ്പോ എനിക്ക് ഖബറിൽ ശിക്ഷയാണ്, എനിക്ക് ഖബറിൽ ശിക്ഷയാണ്. അതുകൊണ്ടാണ് ആ നിലവിളിക്കുന്നത്. നിർത്ത്, നിർത്ത്. ആ നിലവിളി കേൾക്കുമ്പോൾ മലക്കുകൾ പോലും അവരെ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല, അങ്ങനെ പൊട്ടിക്കരയാൻ പാടില്ല. കരയണം, റഹ്മത്തിന്റെ കണ്ണുനീർ, റഹ്മത്തിന്റെ കണ്ണുനീർ വേണം. പക്ഷെ അതല്ലാതുള്ള നിലവിളി അത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരോധിച്ചതാണ്. ഹബീബാ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് ഹബീബനാ റസൂലുള്ളാഹി തങ്ങളെ കയ്യിലെടുത്ത് വെച്ച് ഫഖബ്ബലഹു വശമ്മഹു, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുകയാണ്, ഉമ്മ വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫജഅലത ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദർഫാൻ, ഹബീബാ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് ഈറനണിയുകയാണ്, കണ്ണിൽ നിന്ന് ധാരധാരയായി നീര് ഒഴുകുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സദസ്സിലുണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കരയുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, വ അൻത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് കരയുകയാണോ ഹബീബേ? കൊച്ചു കുഞ്ഞ് മരണപ്പെട്ടു പോയി. 70 ദിവസം മാത്രം പ്രായമുള്ള ഇബ്രാഹിം എന്ന പൊന്നുമോൻ മരണപ്പെട്ടു പോയി. നബിതങ്ങളുടെ കൈവെള്ളയിലിരിക്കുകയാണ്. നബിതങ്ങൾ കരയുന്നു. കരച്ചിൽ കണ്ടപ്പോൾ സ്വഹാബത്തിൽ അത്ഭുതം. അങ്ങനെ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നബിതങ്ങൾ കരയാണല്ലോ.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു യബ്ന ഔഫ് ഇന്നഹാ റഹ്മാ ഏ ഔഫിന്റെ മകനെ ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. മഹാനായ നബിയന റസൂലുള്ളാഹി തങ്ങൾ തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മഉ വല്ലാഹി ഇന്നാ ലാ നഖൂൽ മാ യുർളി റബ്ബുനാ വ ഇന്നി بفراقك لمحزونون يا إبراهيم മോനെ ഇബ്രാഹിമേ നിന്റെ ഉപ്പാന്റെ കണ്ണുനീര് ഒഴുകുകയാണ്, നിന്റെ ഉപ്പാന്റെ ഹൃദയം തുടിക്കുകയാണ്. പക്ഷേ അള്ളാഹ്ക്ക് നിരക്കാത്തതും അവൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു വാക്കുപോലും നിന്റെ ഉപ്പാന്റെ നാവിൽ നിന്ന് വരികയില്ല. പക്ഷേ മകനെ ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ ഈ ഉപ്പ ദുഃഖിക്കുകയാണ്. ദുഃഖം വേണം, പ്രയാസം വേണം. അതുകൊണ്ടാണ് ഈ 3 ദിവസം വരെയൊക്കെ നമ്മൾ ദുഃഖത്തിന് പങ്കാളികളാകണമെന്ന് പറയുന്നത്. 3 ദിവസം വരെ ആ വീട്ടിൽ പോയിട്ട് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കണം, മരണപ്പെട്ട ആളുകളുടെ കുടുംബക്കാരെ സമാശ്വസിപ്പിക്കണം. അതിനാണ് ഈ 3 ദിവസം നമ്മൾ തഅസിയത്ത് എന്നൊക്കെ പറയുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഖബറിൽ അതിന്റെ ശിക്ഷകൾ ഉണ്ടാകും. അതുകൊണ്ട് ഖബറാളി കേൾക്കും. നമ്മൾ ഈ കരയുന്നത്, നിലവിളിക്കുന്നത്, ബലമുണ്ടാക്കുന്നത് ഖബറാളി കേൾക്കും. അതുകൊണ്ട് ഖബറാളിക്ക് അതൊരു ശിക്ഷയാവും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നിലവിളിച്ച് കരയരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് എല്ലാവരും ആ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങി പോകുന്ന സമയത്ത് ആ ഖബറാളി കേൾക്കുമത്രേ, നമ്മുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുമത്രേ. കേൾക്കും. കാറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, മൈക്ക് കുറവ് വരരുത് കേട്ടോ. അല്ല, കാറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, മൈക്ക് കുഴപ്പം വരണ്ട കേട്ടോ. നീ വാ, ഭാഗത്തേക്ക് കുഴപ്പമില്ല, നീ വെച്ചത് നല്ല ഉഷാറാട്ടോ. സൗണ്ട് കേൾക്കല്ലേ, മൈക്ക് സൗണ്ട് കേൾക്കാതെ കുറച്ചുകൂടി മാറ്റി, കുഴപ്പമില്ല. കുറച്ച് വേർത്താലും കുഴപ്പമില്ല, 1 മണിക്കൂർ കൊണ്ട് നിർത്താമല്ലോ നമുക്ക്. ഇപ്പം തന്നെ 10 മണിയായി. സമയം നോക്കാതെ പ്രസംഗിച്ചാൽ ചിലപ്പം പെട്ടെന്ന് കൂടുതലായി പോകും. പിന്നെ അതിന്റെ GST എല്ലാം അടയ്ക്കാൻ നിൽക്കണ്ടേ. മാർച്ച് ലാസ്റ്റാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഖബർ അടക്കിയിട്ട് നമ്മൾ മടങ്ങി പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആള് കേൾക്കും, എല്ലാരും പോവാണില്ലേ, നിങ്ങളൊക്കെ പോവാണോ മക്കളെ, എന്നെ വിട്ടിട്ട് പോവാണോ? ഖബറാളി ആ സമയത്ത് ചിന്തിക്കുന്ന രംഗാണെന്ന് ആലോചിച്ചു. എല്ലാവരും വിട്ടു പോവുകയാണ്, തീർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരാളുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോയി ഇട്ടു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഒരു പിടി മണ്ണെടുത്തിട്ട് ധൃതി പിടിച്ച് ഖബറിലേക്ക് മണ്ണ് വാരിയിടരുത് കേട്ടോ. ധൃതി പിടിച്ച് മണ്ണ് വാരിയിടരുത്. 1 പിടി 2 പിടി മണ്ണിങ്ങനെ എടുത്തിട്ട് മിൻഹാ ഖലഖനാകും, അല്ലാഹ് ഇതിൽ നിന്നാണ് നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത്. ഫീഹാ നുഈദുകും, ഇതിലേക്കാണ് നിങ്ങളെ മടക്കുന്നത്. അതാണ് മണ്ണറ, ഇതിലേക്കാണ് മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അതോടുകൂടി അവിടെ കടക്കൂല എന്നർത്ഥം. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ അല്ലാഹു അറിയിക്കുന്നത്. വനുഫിഖ ഫിസൂർ ഫൈദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യാസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ الرحمن وصدق المرسلون. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുമ്പോ ഈ ആയത്ത് നിങ്ങളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരണമേ. ഖബറാളികളെ, ഖബറാളികളെ, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വിളിയാളമാണ്. ആരാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത്? ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങളുടെ വിശ്രമത്തിന് തടസ്സം നിന്നതാരാ? ഉറങ്ങണ്ട, ഉറങ്ങണ്ട, അതിനുള്ള സമയമല്ല ഇത്. എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഇനി നിങ്ങൾ പോകേണ്ടത് ഒരു വല്ലാത്ത സമ്മേളന നഗരിയിലാണ്.
ദിവസമാണ്. സകലമാന ജനങ്ങളെയും സമസ്ത മണ്ഡലങ്ങളെയും സകലമാന മനുഷ്യ മക്കളെയും ജീവികളെയും പക്ഷിപർവാദികളെയും ഭൂതങ്ങളെയും എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമാണ് ആ സൂറന്ന കാഹളത്തിലെ ഊത്ത്. എല്ലാവരെയും യാ അല്ലാഹ്